നമ്മൾ പാവം ഒരാളിനെ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. എത്രയോ നല്ലൊരാളാണ്, നമ്മളൊക്കെ വെറുതെ തെറ്റിദ്ധരിച്ചു. നമ്മൾ വിചാരിച്ചു വർഗീയവാദിയാണ്, വിദ്വേഷിയാണ്, വെറുപ്പിൻ്റെ വ്യാപാരിയാണ്, വൃത്തികേടുകളെ പറയുള്ളൂ എന്നൊക്കെ ഈ പറയുന്നത് കേട്ടും പ്രവർത്തിക്കുന്നത് കേട്ടും നമ്മൾ വിശ്വസിച്ചു പോയെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വളരെ നല്ലൊരാളാണ്, സ്നേഹത്തിൻ്റെ കട നടത്തുന്ന ആളാണ്. മനോഹരമായ സൗഹൃദങ്ങളുടെ സ്നേഹപ്പൂക്കൾ പൂമാലയായി വിൽക്കുന്ന, പൂമാനമേ എന്ന പാട്ട് പാടുന്ന വളരെ മനോഹരമായ ആൾ. അതുകൊണ്ട് വളരെ പശ്ചാത്താപത്തോടെയാണ് ഞാൻ ഈ വീഡിയോ പുറത്തുവിടുന്നത്. കേട്ടോ, സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിട്ടില്ല, സഹപാഠികളുമായിട്ടുണ്ടായിട്ടില്ല, ഞാനും എൻ്റെ അയൽക്കാരുമായിട്ടുണ്ടായിട്ടില്ല. അപ്പൊ എവിടെയാണ് ആ വിരുദ്ധത? ഞാനും അവരും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മറ്റു മതക്കാരോടൊരു വിരുദ്ധത ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഞാൻ ഇവിടെ താമസിക്കുന്നത്, എന്റെ ചുറ്റും മുസ്ലിം. ഇവിടെ ഹിന്ദുക്കൾ വളരെ കുറവാണ്. എന്റെ മക്കളെ വീടുണ്ട്, ഇന്ത്യ ഒരു വീടുണ്ട്, ബാക്കി ഇതെല്ലാം ഞങ്ങൾ ഈ സ്ഥലം എടുത്തൊക്കെ മുസ്ലിംസ്. ഞങ്ങളൊരു വീടായിട്ടാണ് ഇവിടെ ഉള്ളവര്, ഞങ്ങൾ ഒറ്റ വീടായിട്ടാണ്. 54 കുട്ടിയിൽ ഞാനൊരു ഹിന്ദു കുട്ടിയാണ്, ബാക്കി 53 മുസ്ലിം കുട്ടികളുടെ ഇടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു ആഗസ്റ്റ് വരെ ഞങ്ങൾ ഒരു 5-8 കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ക്ലാസ്സും കൂടെ ഒരു ഡിവിഷനും കൂടി ഉണ്ടാക്കിയപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും മറ്റേ ഡിവിഷനിൽ പെട്ടു, ഞാൻ മാത്രമേ ഡിവിഷനിൽ പെട്ടു. അത് പെൺകുട്ടികളുടെ മാത്രം ഡിവിഷനായിരുന്നു. അത് ബാക്കി എല്ലാം മുസ്ലിം പെൺകുട്ടികളാണ്. അവരൊക്കെ ഇപ്പോഴും ഞങ്ങൾ പലരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പലരും വീട്ടുകാർക്ക് തന്നെ അറിയാം, ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അവിടെ തന്നെയാണ് വർക്ക് ചെയ്ത് അതേ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഏറെക്കൂടെ ഒരു മോർ ദാൻ 90%, ഞങ്ങൾ പലപ്പോഴും 92 ഒക്കെ പല വർഷം വരാറുണ്ട് മുസ്ലിം കുട്ടികൾ. അവിടെയാണ് ഞാൻ പഠിപ്പിച്ചത്. 36 കൊല്ലാണ് പഠിപ്പിച്ചത്, ചില്ലറ കൊല്ലാണ്. അപ്പൊ എവിടെയാണ് ആ വിരുദ്ധത? ഞാനും അവരും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല, ആ നാട്ടുകാരും ഞാനും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല, എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിട്ടില്ല, ഞാനും എൻ്റെ സഹപാഠികളുമായിട്ടുണ്ടായിട്ടില്ല, ഞാനും എൻ്റെ അയൽക്കാരുമായിട്ടുണ്ടായിട്ടില്ല. ഇവിടെയാണല്ലോ നമ്മുടെ ഇത്ര യഥാർത്ഥത്തിലുണ്ട് വേണ്ടത്. അവിടെയില്ല. ശശികലയെ ഇത്ര മനോഹരമായിട്ടാണ് ശശികല പറഞ്ഞത്. അതെത്ര മനോഹരമായിട്ടാണ് ആ യൂട്യൂബർ അവതരിപ്പിച്ചത്. സത്യത്തിൽ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ശശികലയോട് അവിടെയുള്ള മുസ്ലിങ്ങൾക്കാർക്കും യാതൊരു വിദ്വേഷവും വെറുപ്പും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഒന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെത്രയോ നല്ല മനുഷ്യരാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയേറെ വിദ്വേഷവും വെറുപ്പും അപമാനിക്കലും വൃത്തികേടുകളും അശ്ലീലവും അവർക്കെതിരെയും അവരുടെ വിശ്വാസത്തിന് നേരെയും ആസൂത്രിതമായി നടന്ന് കേരളം മുഴുവൻ കാഷ്ടിക്കുമ്പോഴും അവർ സ്നേഹത്തെ പെരുമാറുന്നെങ്കിൽ അവരെത്രയോ നല്ലവരാണ് ശശികലെ. അവരുടെ വിശ്വാസം എത്രയോ നല്ലവരാണ്, ആ മനുഷ്യരെത്രയോ നല്ലവരാണ്, ആ നാടെത്രയോ നല്ല നാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വീണ്ടും ആ സ്കൂളിൽ തന്നെ ഇത്രയും വിദ്വേഷം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആളിനെ പഠിപ്പിക്കാൻ അവർ അവസരം നൽകുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെത്രയോ നല്ല മനുഷ്യരാണ്. ഒന്നെങ്കിൽ അവർ നിങ്ങളെ ഒരു സവിശേഷമായ ജീവിയോ രോഗിയോ ആയി കാണുന്നു, എന്നിട്ട് നിങ്ങളുടെ ഈ പെരുമാറ്റം മുഴുവൻ ആ രോഗത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ജീവിയുടെയോ സ്വഭാവമായി കാണുന്നു. ഇപ്പോൾ കോഴിയോട് ആരും കോഴിക്ക് ചേരാത്ത ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കില്ലല്ലോ. പട്ടിയോട് ആരും പട്ടിക്ക് ചേരാത്ത ഒരു പ്രതീക്ഷിക്കില്ലല്ലോ. പട്ടി കുരച്ചു എന്ന് കരുതി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ആ പട്ടിക്കെതിരെ കേസ് കൊടുക്കാൻ പോകില്ലല്ലോ. കാരണം എന്താ? ആ കുരയ്ക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവമാണ്. കോഴിക്കും ആടിനും താറാവിനുമെല്ലാം ആ സ്വഭാവമുള്ളതുപോലെ ഒരു സവിശേഷമായ ജീവി എന്നുള്ള നിലയിൽ ശശികലയ്ക്കും ആ സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കുന്ന വിശാല ഹൃദയരായ നല്ല ബോധ്യമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് ഇനി അടുത്ത ഇൻ്റർവ്യൂവിൽ ആ നാട് ഏതാണ് എന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു. എനിക്ക് അവിടുത്തെ മനുഷ്യരെ ഒന്ന് കാണണം. എങ്ങനെയാണവർ ഇത്ര സഹിഷ്ണുതയോടെ ശശികലയിലോട് പെരുമാറുന്നതെന്നും പ്രതികരിക്കുന്നതെന്നും ഒന്ന് മനസ്സിലാക്കാൻ അതിനെന്തെങ്കിലും സവിശേഷമായ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ബോധ്യങ്ങളോ അവരുടെ മനസ്സിലുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കാൻ. അതാണ് ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്നറിയാമോ? ഈ എല്ലാ വർഗീയവാദികളും രഹസ്യമായും അവർ ജീവിക്കുന്ന ഇടങ്ങളിലും വളരെ സന്തോഷപൂർണ്ണമായ ഒരു അന്തരീക്ഷം വളരെ സാമർഥ്യത്തോടെ ബുദ്ധിപരമായി ഉണ്ടാക്കിയെടുക്കുകയും മറ്റ് സ്ഥലങ്ങളിലെല്ലാം എല്ലാ കലാപവും ഉണ്ടാകാൻ വഴിവെക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യും. അതെല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ വർഗീയവാദികൾക്കും വിദ്വേഷവാദികൾക്കും ഒരു അരിപ്പുട്ടിൻ്റെ കഥയോ നെയ്പ്പത്തിരിയുടെ കഥയോ ഈത്തപ്പഴച്ചാറിൻ്റെ കഥയോ ഒക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതവർ പഠിച്ചു വച്ചിരിക്കുക. അതവർ ചില സൗഹൃദങ്ങൾക്ക് വേണ്ടിയും പേരിന് വേണ്ടിയും ഉണ്ടാക്കി വച്ചിരിക്കുക.
യഥാർത്ഥത്തിൽ അവരുടെ പ്രവൃത്തിയിലും മനസ്സിലും ഒന്നും അതുണ്ടാവില്ല. എന്ന് മാത്രമല്ല, എല്ലാം തകർക്കാൻ ഒരവസരം കിട്ടിയാൽ ആ അവസരത്തിൽ ഏറ്റവും കാലുഷ്യത്തോടെ പെരുമാറുന്നതും ഈ സ്നേഹം പ്രകടിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വന്തം നാട്ടുകാരോടായിരിക്കും. അത് ഗുജറാത്തിൽ കണ്ടതാണ്, അത് ഡൽഹി കലാപത്തിൽ കണ്ടതാണ്. ന്യൂനപക്ഷ മോർച്ചക്കാരൻ്റെ വീടും അതുപോലെ വർക്ക്ഷോപ്പുമൊക്കെയാണ് ആദ്യം കത്തിച്ചത്. കാരണം ഈ പറയുന്നത് പോലെ ഒരു കാലത്തും കുറുക്കന് കോഴിയോട് സ്നേഹം തോന്നാറേയില്ല, നീതിബോധവും വരില്ല. അത് ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മനോഹരമായ അഭിമുഖത്തിലെ ലളിതസുന്ദര മനോഹരമായ ആ മധുര വചസ്സുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് രണ്ടുമാണ്. നിങ്ങൾക്കെന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങൾക്ക് കുറിക്കാം.